പ്രാണനായി. ഭാഗം 3. മൂക്കറ്റം മദ്യം വലിച്ചു കയറ്റുന്നവനെ അഭിയും സിദ്ധുവും നോക്കിയിരുന്നു. ഡാ മതിയടാ. ഹാ, നീ മാറി നിൽക്ക് സിദ്ധു. ഇനി ആർക്കു വേണ്ടിയാടാ ഞാൻ ജീവിക്കുന്നേ? നിനക്കറിയുന്നതല്ലേ, ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ചതാ ഞാൻ എൻ്റെ ഗായുവിനൊപ്പം. അപ്പോ തറവാട്ടു മഹിമ, മുറപ്പെണ്ണ്, അങ്ങനെ. കയ്യിലെ മദ്യമടങ്ങിയ ഗ്ലാസ് വായിലേക്ക് കമഴ്ത്തി അവൻ പറഞ്ഞു. അങ്ങനെ പറയാൻ നോക്കിയിരുന്നല്ലോ അവൾ പോയി വേറൊരുത്തനെ കെട്ടാൻ. പുച്ഛത്തോടെ സിദ്ധു പറഞ്ഞതും കാർത്തി രൂക്ഷമായി അവനെ ഒന്ന് നോക്കി. നിനക്കൊന്നും ഒന്നും അറിയില്ലടാ. കോവിലകം തറവാട്ടിലുള്ളവരൊക്കെ കൂടെ ഭീഷണിപ്പെടുത്തി അവളെ, അവളുടെ വീട്ടിലുള്ളവരെ. നിസ്സഹായായി പോയടാ എൻ്റെ പെണ്ണ്. സ്വയം ജീവൻ എടുക്കാൻ പോലും പേടിയായിരുന്നടാ അതിന്. കരഞ്ഞു പറഞ്ഞടാ അവൾ അതെന്നോട്. ഇപ്പോ എവിടെയാണേലും സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. വേറൊന്നും വേണ്ട ഈ കാർത്തികേയന്. അവൾ അവളുടെ ജീവിതം സുഖമായി ജീവിച്ചു തീർക്കുന്നു. നീയോ ഒരു പാവം പെണ്ണിനെ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീ ഇത്ര പൊട്ടനാകുന്നത് എങ്ങനെയാടാ പുല്ലേ? ആ ഡാഷ് മോള് കാശി കണ്ടപ്പോൾ മറുകണ്ഠം ചാടി. അതുപോലും മനസ്സിലാക്കാതെ അവൻ്റെ ഒരു അഭിദേഷ്യത്തിൽ അവനെ നോക്കി അലറി. അതേ ഭാവം തന്നെയായിരുന്നു സിദ്ധുവിലും. അമ്പലനടയിൽ നിറഞ്ഞ കണ്ണുകളോടെ തല കുനിച്ചു നിൽക്കുന്ന ഒരു പാവം പെണ്ണിനെ ഓർമ്മ വന്നതും ഇരുവരിലും ഒരുപോലെ അവനോട് ദേഷ്യം നിറഞ്ഞു. ആരുടെയും ജീവിതം ഈ കാർത്തി നശിപ്പിക്കില്ല. ഇപ്പോൾ അവൾക്ക് സുഖമല്ലേടാ ആ തറവാട്ടിൽ. കുറച്ചുകൂടെ കഴിയട്ടെ, നല്ലൊരുത്തനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചു വിടും. അവന്റെ കുഴഞ്ഞ വാക്കുകൾ കേട്ടതും അഭിയിൽ വീണ്ടും ദേഷ്യം നിറഞ്ഞു. സ്വന്തം ഭാര്യയെ കെട്ടിച്ചു വിടാൻ നോക്കുന്ന മറ്റേടത്തെ ഭർത്താവ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. ഒരിക്കൽ നീ ഈ പറഞ്ഞതിനും ആ പാവം പിടിച്ച പെണ്ണിനോട് ചെയ്തതിനും ഒക്കെ നീ അനുഭവിക്കും. അന്ന് നീ പറഞ്ഞ പോലെ അവൾക്ക് വേറെ ചെക്കനെ ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ കണ്ടെത്തി കൊടുക്കും. അതിനുപോലും അവൾക്കടുത്തേക്ക് അടുപ്പിക്കില്ല ഞാൻ നിന്നെ, ഓർത്തു വെച്ചോ. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന പോൽ അവൻ വീണ്ടും കുടിച്ചുകൊണ്ടേയിരുന്നു. മധു മോന്തിയത്. എഴുന്നേറ്റു വാ. നീ ചെന്നാലേ ആ പാവത്തിന് ഉറങ്ങാനും പറ്റൂ. അതിന്റെ വിധി, അല്ലാതെന്താ. പുച്ഛത്തോടെ അതും പറഞ്ഞ് കാർത്തിയെ സിദ്ധുവും അഭിയും താങ്ങി പിടിച്ചു കാറിലേക്ക് കയറ്റി. അപ്പോഴും അവന്റെ വായിൽ നിന്നും ഗായു എന്ന പേര് മാത്രം മുഴങ്ങിക്കേട്ടു. കുഞ്ഞേ മതി, ഇനി മോള് പോയി കിടന്നോ. ദാ ഇതുകൂടി കഴിക്ക്. അടുക്കള ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീയുടെ കയ്യിലേക്ക് പ്ലേറ്റ് വെച്ചു കൊടുത്തുകൊണ്ട് രാധ പറഞ്ഞു. ചെറിയൊരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ച് ചെയ്ത ജോലി തീർത്തുകൊണ്ട് അവൾ ആ പ്ലേറ്റ് കയ്യിലെടുത്തു. ഒരറ്റത്തായി കറിയും ചോറും കൂടി കുഴച്ചത് പങ്ക് കണ്ടതും അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടർന്നു. ഇന്നളവ് കൂടുതലാണല്ലോ രാധമ്മേ. എന്തേ, എൻ്റെ ആമിക്ക് മതിയായോ അതോ അവളുടെ വിശപ്പ് കുറഞ്ഞോ? ആ 3 ഉരുള ചോറ് വേഗം വായിലേക്ക് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചതും രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. തറവാട്ടിലെ പശുവാണ് ആമി. ആ പശുവും കഴിച്ചതിൻ്റെ ബാക്കി മാത്രമേ സ്ത്രീക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം കൂടി ആ തറവാട്ടിലുണ്ട്. ഇനി കണ്ണുനീരൊഴുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇനി രാധമ്മ കൊണ്ടുതരുന്ന ചോറും കഴിക്കില്ല കേട്ടോ. ചെല്ല്, മതി കിടന്ന് സംസാരിച്ചത്. പോയി ഒന്ന് നടുവ് ചായ്ക്ക്. നേരം പുലരാൻ ഇനി കുറച്ചു നേരം കൂടിയുള്ളൂ. ഇല്ല, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് വന്നിട്ടില്ല. കോവിലകത്തിൽ കൊച്ചുതമ്പുരാൻ വരാതെ എങ്ങനെയാ അയാളുടെ വേളി ഉറങ്ങുന്നേ? സ്വയം പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവൾ പതിയെ അകത്തേക്ക് നടന്നു. ആ വലിയ നടുമുറ്റത്ത് ഒരു മൂലയിലായി ഇരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും തനിക്ക് പ്രതികരണശേഷി ലഭിച്ചിരുന്നുവെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. വാക്കുകൾ കൊണ്ട് ഓരോന്നായി കുത്തി നോവിക്കുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ എന്നെങ്കിലും തനിക്ക് സംസാരിക്കാനാകുമോ? എന്തിനാ എൻ്റെ കണ്ണാ എനിക്ക് ആഗ്രഹിക്കാത്ത ഒന്ന് തന്നത്? ഇപ്പൊ കാണണില്ലേ നീയ്? നിന്റെ സ്ത്രീ ഇവിടെ ഉരുകിയ കഴിയണേ. വയ്യാണ്ടായിട്ടോ? മേലൊക്കെ വല്ലാത്ത വേദന തോന്നുക. മനസ്സോടൊപ്പം ശരീരവും തളർന്നു പോണ പോലെ. പുറത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. വാതിൽ തുറന്നപ്പോഴേ കണ്ടു കാർത്തിയെ താങ്ങി പിടിച്ചു വരുന്ന അഭിയെ. അവൾക്ക് നിസ്സഹായതയേക്കാൾ കൂടുതൽ സഹതാപത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അഭി അവനുമായി മുകളിലെ മുറിയിലേക്ക് നടന്നു. ഇത് പതിവായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാനോ തിരിച്ച് അതേ രീതിയിൽ ഒരു പുഞ്ചിരി സമ്മാനിക്കാനോ മുതിരാതെ ആ പെണ്ണവൾ ഒതുങ്ങി നിന്നു. അവനെ മുറിയിൽ കിടത്തി അഭി തൻ്റെ മുറിയിലേക്ക് പോകുന്നതുവരെ അവൾ ആ നടുമുറ്റത്ത് ഒതുങ്ങി നിന്നു. അവൻ പോയി എന്ന് കണ്ടതും എല്ലായിടത്തെയും ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ മുറിയിലേക്ക് നടന്നു. പതിവുള്ള കാഴ്ചയാണെങ്കിലും യാതൊരു ബോധവുമില്ലാതെ അബോധാവസ്ഥയിൽ കിടന്ന് എന്തൊക്കെയോ പുലമ്പുന്ന തൻ്റെ ഭർത്താവിനെ വേദനയോടെ അവൾ നോക്കി നിന്നു. പിന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തൻ്റെ പായും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ തുണിസഞ്ചിയും തലയ്ക്കൽ വെച്ച് അവൾ തൻ്റെ കണ്ണുകൾ അടച്ചു. ഒന്നിനെക്കുറിച്ചും ആലോചിക്കാനോ തൻ്റെ വിധിയോർത്ത് പരിതപിക്കാനോ അവൾ തുനിഞ്ഞില്ല.
നേരം പുലരുന്നതിന് മുന്നേ തുടങ്ങി ഇപ്പോൾ വരെയുള്ള ജോലി ആ 20 വയസ്സുകാരിയെ തളർത്തിയിരുന്നു. കണ്ണുകൾ അടച്ചതും മയക്കം അവളെ ആ നിമിഷം തന്നെ തേടിയെത്തി. തൻ്റെ ശരീരത്തിലേക്ക് പതിവ് പോലെ പടർന്നു കയറുന്നവനെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ ചേർത്തു പിടിച്ചു. അവൻ്റെ പല്ലുകൾ ശരീരത്തിൽ പലയിടത്തും അലഞ്ഞു നടന്നു. നാവുകൾ എന്തെല്ലാമോ തേടി നടന്നു. അവൾ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. യാതൊരു വികാരവുമില്ലാതെ അവൾ അവൻ്റെ ശരീരത്തിനടിയിൽ അവനായി കിടന്നു കൊടുത്തു. ഒടുവിൽ ആവശ്യം കഴിഞ്ഞു കിതച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് തളർന്നു വീണവനെ അറപ്പോടെ തന്നിൽ നിന്നും അകറ്റി മാറ്റി വാഷ്റൂമിലേക്ക് കയറി അവൾ. വെള്ളം ഒഴിക്കുമ്പോൾ നീറുന്ന തൻ്റെ ശരീരത്തിലെ ഓരോ പാടുകളിലേക്കും അറപ്പോടെ മാത്രം നോക്കി. ഗായത്രി! മുറിയിൽ നിന്നും അവൻ്റെ ഉറക്ക വിളി വീണ്ടും കേട്ടതും അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനിയും എനിക്കിവിടെ വയ്യ കാർത്തി, ഞാൻ വരുവാ നിനക്കരികിലേക്ക്. നിറഞ്ഞ കണ്ണുകളോടെ അവൾ പതിയെ ഉരുവിട്ടു. തുടരും. പ്രാണനായി അടുത്ത ഭാഗവുമായി ഉടനെ വരുന്നതാണ്.